ഋഷഭ് പന്ത് കളത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. കാർ അപകടത്തിൽ പരിക്കേറ്റ് ദീർഘനാളായി പുറത്തായിരുന്ന താരത്തിന് ദേശീയ ക്രിക്കറ്റ് അക്കാദമി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞു. വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുകയാണ്. അനിൽ, നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം പന്ത് വീണ്ടും കളത്തിലേക്ക് എത്തുമ്പോൾ ആവേശത്തിലായിരിക്കുമല്ലോ ആരാധകർ. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഇപ്പോൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആരോഗ്യം മെച്ചപ്പെട്ടു, പൂർണ്ണമായും കളിക്കാൻ ഫിറ്റാണ് എന്ന് തന്നെയാണല്ലോ? അങ്ങനെ തന്നെയാണ് ക്രിസ്റ്റീന. എന്തായാലും ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം IPL വരികയാണ്. IPL മുന്നോടിയായി ഡൽഹി ക്യാപിറ്റൽസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അവരുടെ നായകനാണ് ഋഷഭ് പന്ത്. ഒപ്പം തന്നെ കഴിഞ്ഞ സീസണിലൊക്കെ തന്നെ ഋഷഭ് പന്തിൻ്റെ അഭാവം വലിയ രീതിയിൽ അവർക്ക് തിരിച്ചടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ IPL 9ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്, അതായത് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടാണ് ഫിനിഷ് ചെയ്തത്. ഇത്തവണ ഋഷഭ് പന്ത് വരുന്നതോടുകൂടി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് മത്സരത്തിൻ്റെ ഒരു ഗതി തന്നെ നിർണ്ണയിക്കുന്നതിൽ ഒരു നിർണായകമായി മാറ്റിമറിക്കുന്ന താരം തന്നെയാണ് ഋഷഭ് പന്ത്. അത് ഇന്ത്യൻ കുപ്പായത്തിൽ നമ്മൾ പലകുറി കണ്ടതാണ്. ഗാബ ടെസ്റ്റിലൊക്കെ തന്നെ ഐതിഹാസിക ഇന്നിങ്സ് കളിച്ചതൊക്കെ തന്നെയാണ് പെട്ടെന്ന് ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക. അങ്ങനെയുള്ള ഋഷഭ് പന്ത് 2022 ഡിസംബറിലാണ് അന്ന് അദ്ദേഹത്തിന് ഒരു കാർ അപകടത്തിൽ വലിയ രീതിയിൽ പരിക്കേറ്റത്. അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ ആപത്തായിരുന്ന തരത്തിലായിരുന്നു അന്നത്തെ ആ പരിക്കുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് കളത്തിലേക്ക് മടങ്ങി വരിക എന്ന് പോലും പലപ്പോഴും അസാധ്യമെന്ന് കരുതിയവരാണ് ആരാധകർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, അദ്ദേഹത്തിൻ്റെ പോരാട്ടം, അതുകൊണ്ടുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിച്ചത്. അദ്ദേഹം പലപ്പോഴും ചില പ്രാക്ടീസ് മാച്ചസിനൊക്കെ തന്നെ ഇറങ്ങിയപ്പോൾ വലിയ രീതിയിൽ ആരാധകർ ആ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നതും ഒക്കെ തന്നെ കണ്ടു. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന് ദേശീയ ക്രിക്കറ്റ് അക്കാദമി ഇപ്പോൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. IPL-നൊപ്പം അദ്ദേഹം ചേരും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ICCയുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻ്റർവ്യൂ വന്നത്. അത് ഓസ്ട്രേലിയയുടെ ഇതിഹാസ താരം റിക്കി പോണ്ടിങ്ങിൻ്റേതാണ്. ഒപ്പം തന്നെ റിക്കി പോണ്ടിങ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പരിശീലകനാണ്. അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് വിക്കറ്റ് കീപ്പറുടെ റോളിൽ കൂടി കാണാൻ സാധിക്കും. അതിന് കൂടിയുള്ള പരിശീലനം ഋഷഭ് പന്ത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ്. നേരത്തെ പന്ത് ബാറ്ററായി മാത്രമായിരിക്കും കളിക്കുക എന്നുള്ളതായിരുന്നു വിവരം. പക്ഷേ അദ്ദേഹം ഒരുപക്ഷെ വിക്കറ്റ് കീപ്പറായി കൂടി വരിക എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം 2020 ലോകകപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ പന്തൊക്കെ തിരിച്ചു വരുന്നത് ഇന്ത്യൻ ടീമിന് കിരീട പ്രതീക്ഷകൾ നൽകുന്നതാണ്. തീർച്ചയായിട്ടും. അനിൽ, ഈ ക്രിസ്റ്റീനയുടെ ഒരു കാര്യം ക്രിസ്റ്റീന ചോദിക്കുകയാണ്. കുറെ നാളിന് ശേഷമാണല്ലോ പന്ത് കളിക്കളത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ ഇത്ര നാള് പന്തില്ലാതെയാണോ കളിച്ചുകൊണ്ടിരുന്നത്? കൂടുതലൊന്നുമില്ല. താങ്ക് യു അനിൽ. അനിലിന് എന്ത് പറയണം. എന്തായാലും ഒരു ബാറ്റർ ആയിരുന്ന പന്തിന് ഇപ്പോൾ വിക്കറ്റ് കീപ്പറായിട്ട് നയൻ മോംഗിയുടെയും ധോണിയുടെയും ഒക്കെ ഒരു പിൻഗാമിയായി വരുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷമാണ്. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.